ആയത്തുള്ള ഖാംനെയും അതുപോലെ തന്നെ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള ആയത്തുള്ള ഖാംനയുടെ വാക്കുപയോഗിച്ച് പറയുകയാണെങ്കിൽ ട്രംപും അദ്ദേഹം വലിയൊരു ക്രൂരനാണ്, ക്രിമിനലാണ് എന്ന് ആയത്തുള്ള ഖാംനെ വിശേഷിപ്പിച്ചിരുന്നു. അതിനൊരു മറുപടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനൊരു മറുപടി ട്രംപ് പറയേണ്ടി വരും, അല്ലെങ്കിൽ പറഞ്ഞേ പറ്റുള്ളൂ. അതിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ടൈം ടു ചേഞ്ച് ദ ഓൾഡ് റെജീം ഇൻ ഇറാൻ. ട്രംപ് കോൾസ് ഖമേനി എ സിക്ക് മാൻ, അഥവാ ഇയാളൊരു രോഗിയായ മനുഷ്യനാണ്, അയാളെ കൊണ്ട് ഇനി ആ രാജ്യം ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന വർത്തമാനങ്ങളൊക്കെയാണ് പറയുന്നത്. EP ന്യൂസാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹാസ് ഷാർപ്ലി ക്രിറ്റിസൈസ്ഡ് ഇറാനിയൻ സുപ്രീം ലീഡേഴ്സ് ആയത്തുള്ള അലി ഖാംനെ, കോളിംഗ് ഹിം എ സിക്ക് മാൻ ആൻഡ് സെയിൻ ഇറ്റ് ഈസ് ടൈം ഫോർ എ ചേഞ്ച് ഇൻ ഇറാനിയസ് ഓൾഡ് റെജീം. പഴയകാല ഇസ്ലാമിക് റിപ്പബ്ലിക് കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവിടെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അത് കൊതിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഈ ഇറാൻ്റെ മണ്ണിലുണ്ട്. അവരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അത്തരമൊരു അവരെ ബഹുമാനിക്കുന്ന ഒരു ഭരണകൂടത്തെ ഞാൻ ഇറാനിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ രോഗിയായ ഒരു മനുഷ്യനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എങ്ങനെയൊക്കെ താറടിക്കാൻ പറ്റുമോ അതൊക്കെ താഴോട്ട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. EP ന്യൂസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു കോമഡിയാണ്. അദ്ദേഹം ഒരു തമാശക്കാരനാണെന്ന് വേണം പറയാം. അദ്ദേഹത്തിൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവും ഇദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻറ്റിനെയാണോ. കാരണം കൃത്യമായി അയാൾക്ക് പറയാൻ അറിയില്ലെങ്കിൽ പോലും നല്ല രീതിക്ക് കൊമേഡിയൻ ആ ഒരു എക്സ്പ്രഷൻ വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇയാളുടെ ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പൊക്കെ വെച്ച് ഒരുപാട് വീഡിയോ ചെയ്യുന്നത് കണ്ട് ഇപ്പോൾ പറഞ്ഞു വരുന്നത് ആയത്തുള്ള ഖാംനെ ആ രാജ്യത്തിന് തന്നെ അപകടമാണ്. അദ്ദേഹം ഒരു രോഗിയാണ്. മാത്രമല്ല, ആ രോഗിയായ ഈ മനുഷ്യൻ ചെയ്യുന്നത് ആ രാജ്യത്തെ ആളുകളൊക്കെ അടക്കി മുറുക്കി ഭരിക്കുകയാണ്. അതൊരിക്കലും ഒരു പദവിയിലിരിക്കുന്ന ആൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് അവസാനം പറയാണ്, ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥ നമ്മളൊക്കെ ഒന്ന് മാനിക്കേണ്ടതാണ്. തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല, ആ രീതിക്കാണ് വർത്തമാനം. അതുകൊണ്ട് പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ സർക്കാർ അടിച്ചമർത്തലുകളും ഈ രോഗിയായ മനുഷ്യൻ തുടരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായി പറയട്ടെ, ഇറാനിലെ പൗരന്മാർ ഇനിയും നല്ലൊരു സർക്കാരിനെ സ്വപ്നം കണ്ടുണരുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണ പറയുന്നത് വസിയ്യത്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ തോറ്റ് തുന്നം പാറി അദ്ദേഹത്തിൻ്റെ മടയിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ഓരോ കാര്യങ്ങൾ അത്ഭുതമുണ്ട് കേട്ടോ. ലോക പോലീസാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ ലോക പോലീസാണെന്നല്ല, ഗ്രാമത്തലവെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നിട്ട് ട്രംപ് അത്രേ പറയുന്നുള്ളൂ, സിക്ക് മാൻ, അദ്ദേഹം ഒരു രോഗിയായ മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും അച്ചടക്കത്തോടു കൂടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവിടെ തന്നെ പെഷസ്ക്യാൻ എന്ന് പറയുന്ന അവിടുത്തെ പ്രസിഡന്റ്, ഇത് പരമോന്നത നേതാവാണ്. അങ്ങനെ പെഷസ്ക്യാൻ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ നേതാവിനെ ബഹുമാനത്തോടുകൂടി പേര് വിളിക്കണം, അദ്ദേഹത്തെ ആദരവോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഏതെങ്കിലും ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നത് പോലെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖാംനെയെക്കുറിച്ച് സംസാരിക്കരുത്, അത് ഞങ്ങൾക്ക് വെറുപ്പുള്ള കാര്യമാണെന്നൊക്കെ നല്ല തൻ്റെടത്തോടുകൂടെ പെഷസ്ക്യാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ മനുഷ്യൻ ഇങ്ങനെ സിക്കമേനെന്നും പറഞ്ഞിട്ട് ഒതുക്കിയത്. സത്യത്തിൽ ഇയാൾ വളരെ പേടിത്തൊണ്ടനാണെന്ന് മനസ്സിലാക്കാം. കുറേ കയ്യിലൊരു ആയുധം ഉണ്ട് എന്നുള്ളതായി അയാളുടെ കയ്യിൽ വേറൊന്നുമില്ല. കാരണം ഈ ആയുധം ഉപയോഗിക്കാൻ അയാൾ ശ്രമിച്ചാൽ പിന്നെ അയാൾക്ക് ജീവിതം ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ആരെയും ഒറ്റിക്കൊടുക്കൂല എന്ന് പറഞ്ഞാൽ സ്വന്തം ഒറ്റിക്കൊടുക്കാൻ സാധ്യതയില്ലല്ലോ. അയാളുടെ വിമാനങ്ങളും കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിട്ട് ഞാനങ്ങ് ആകാശത്ത് പോയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരുപാട് മാധ്യമങ്ങളൊക്കെ അവരോട് ചോദിക്കട്ടെ, ആകാശത്തിലാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങണ്ടേ, എത്ര കാലമാണെന്ന് വെച്ചിട്ട് അവിടെ കഴിയുക. പിന്നെ ഈ ലോക പോലീസ് എന്നുള്ള റൂൾ തന്നെ ഉണ്ടെങ്കിൽ ആ ഭൂമി അവിടെ വേണ്ടേ. അതുകൊണ്ട് ഈ അണവായുധമൊന്നും ഒരിക്കലും ഇനി ആ ലെവലിൽ ഉപയോഗിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഇറാൻ്റെ മണ്ണിലേക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. പിന്നെ നെതന്യാഹുവിൻ്റെ കാര്യത്തിൽ വലിയ തിടുക്കം കാണിക്കുന്നുണ്ട്. നെതന്യാഹു പറയുന്നത്,
നെതന്യാഹു അമേരിക്കൻ സർക്കാരുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി. അതിൽ അവസാനമായി തീരുമാനമുണ്ടായിരിക്കുന്നത് ഇറാനും ഈ ഇസ്രായേലും സംബന്ധിച്ചിട്ടുള്ള ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ അവസാനമായിട്ടുള്ളൊരു അക്രമമായിരിക്കും. അത് അവസാനത്തിൻ്റെ ആ തുടക്കമായി ഞങ്ങളതിനെ കാണിക്കും. ഇറാൻ പറയുന്നു, നേരത്തെ പറഞ്ഞു വെച്ചതാണ്, ഇറാൻ ആക്രമിക്കില്ല എന്നുള്ളത്. പക്ഷേ ഇസ്രായേൽ ഇത് തിരിച്ച് അല്ലെങ്കിൽ തുടക്കം അക്രമം നടത്താനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളത് തള്ളിക്കളയുന്നില്ല. അത് റോയിട്ടേഴ്സ് ന്യൂസാണ് അത് പുറത്തുവിട്ടത്. 2-3 ന്യൂസിനെ സെലക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ ഒറ്റ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. നീട്ടിക്കൊണ്ടുപോയിട്ട് ഒറ്റ വിഷയം തന്നെ പറയേണ്ടതില്ലല്ലോ. ചുരുക്കം, ഒരു ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഒരു സംരംഭമായി മാറിയ ഈ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് പെടുന്നനെ സാധ്യമാക്കാൻ വേണ്ടി ഒരു അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായി അവിടെ പ്രൊട്ടസ്റ്റുകൾ ഇറക്കി വിട്ടു. അത് പരാജയപ്പെട്ടു. അഥവാ സ്റ്റാർലിങ്ക് ഉൾപ്പെടെയുള്ളതിനെ കൂട്ടിക്കെട്ടിച്ച് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് നിങ്ങളൊക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സ്വന്തം നാട്ടിലേക്ക് കടന്നു. അല്ലാത്തവർ വലയിൽ കുടുങ്ങി. അവരിപ്പം വിചാരണയ്ക്ക് നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ആർക്കാ നഷ്ടം? ഇതൊക്കെ കേട്ട് കൈക്കൂലിയും വാങ്ങി ഇറങ്ങിയവർക്ക് നഷ്ടമുള്ളൂ. ബാക്കി ഒരു മനുഷ്യനിക്കും ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. മൊത്തത്തിൽ ആഗോള പ്രശ്നത്തിൻ്റെ ഭാഗമായി ഇറാൻ ഇന്നും കത്തി നിൽക്കുകയാണ്. ഇത് കാർമേഘങ്ങൾ കറുത്തിരുണ്ടു വരിക തന്നെയാണ് എന്നത് മനസ്സിലാക്കാം. ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റുന്നൊരു വസ്തുത, ഇവിടുന്ന് രാജ്യത്തിൽ നിന്ന്, അഥവാ ഒരിക്കലും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഇങ്ങനെ ഒരു അലേർട്ടായ സിസ്റ്റം ഉണ്ടാകരുത്. അലേർട്ടായി നിൽക്കുക എന്ന് പറയുന്നത് അപകടമാണ് എന്ന് ട്രംപും നെതന്യാഹുവും മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ യുദ്ധത്തിനില്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിലുള്ള ഞങ്ങളുടെ അസറ്റിനെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഒരു പൊരുത്തമൊക്കെ വാങ്ങിയിട്ടാണ് പോയത്. സാക്ഷാൽ ശരിക്കും അതൊരു മണ്ടത്തരമായിട്ട്, അല്ലെങ്കിൽ അതൊരു ചതിപ്രയോഗമായിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. ഇവിടെ അലേർട്ടായി കാര്യങ്ങൾ നിൽക്കുന്ന കാലത്തോളം ഇറാനെ തൊടാൻ കഴിയില്ല എന്ന് അമേരിക്കയും ഇസ്രായേലും പലകുറി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മാറി ഇനിയൊരു യുദ്ധത്തിനൊന്നും ആരും വരില്ല എന്നുള്ള തോന്നലിലേക്ക് സൈന്യവും ഇറാനും മാറുമ്പോൾ അവിടെ കടന്നാക്രമണം നടത്താനുള്ള ഏറിയ സാധ്യതയും ഉണ്ട്. കാരണം ജൂതനാണ്, ഇത് മറ്റൊരു തീവ്ര നസ്രാണിയാണ്, രണ്ടും ചതിയന്മാരാണ്. നല്ലവരും ട്ടോ അതിൽ, അവരെ കാര്യത്തിൽ നമ്മൾക്ക് സംസാരിക്കേണ്ടതില്ല. എല്ലാത്തിലും ഉള്ളതുപോലെ ഇതിലുമുണ്ട് കുറച്ച് തീവ്രവാദികൾ. അവിടെയാണ് ഒന്ന് ട്രംപ്, ഒന്ന് മറ്റൊന്ന് നെതന്യാഹു. അവർ രണ്ടുപേരും തക്കം പാർത്തിരിക്കുകയാണ്. ഇവർ ഒന്ന് നോർമലൈസ് ചെയ്യുമ്പോൾ, ഈ അലേർട്ട് എന്നൊക്കെ മാറി അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള ജീവിതത്തിലേക്കങ്ങ് പോകുമ്പം ഇവർ അപ്രതീക്ഷമായിട്ട് ആക്രമിക്കാൻ സാധ്യത ഉണ്ട് എന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. അത് തന്നെയാണ് നമുക്കും തോന്നുന്നത്. ഇപ്പം നമ്മൾ അടിച്ചാൽ തിരിച്ചടി ഉറപ്പാണ്. അപ്പം ഒന്ന് ഏച്ചുകൂട്ടി എല്ലാം കൂടി വരുമ്പോഴേക്ക് അടിച്ച് നിരപ്പാക്കി കളയാനുള്ള ഓപ്ഷനായിരിക്കും ഇനി ഇറാൻ സ്വീകരിക്കുക, അമേരിക്ക സ്വീകരിക്കുക എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അവരുടെ മറുപടികളിലും താഴ്മയോടുള്ള ഉപദേശങ്ങളിലും ആശ്വാസ വാക്കുകളിലൊക്കെ നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. എന്താണെങ്കിലും ഇറാനുമായിട്ടൊരു യുദ്ധം അവസാനത്തെ ഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ട്. ഒരു സമയം മാത്രമേ ബാക്കിയുള്ളൂ. അതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട യുദ്ധമൊന്നും ഇനി ഉണ്ടാവില്ല എന്നുള്ളത്. കൃത്യമായിട്ട് നന്നായിട്ട് അവർ ഒരുങ്ങിയിട്ട് വരാനുള്ള ഒരു തത്രപ്പാടിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് നമ്മൾ പല ആർട്ടിക്കിളും വായിക്കുമ്പം മനസ്സിലാകുന്നുണ്ട്. കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.